ഭർത്താവിന്റെ കയ്യിലാണോ അല്ലെങ്കിൽ ഭർത്താവാണോ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്? ഭർത്താവ് ആരും ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും, അത് ഓരോരുത്തർക്കും ഉള്ളതാണ്. അതാണ് പറയാൻ വരുന്നത്. അതിനാണ് കുറച്ച് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ, ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മുടെ പേരൻസിന് അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ, ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ പോകാൻ വേറെ ഇടമില്ലായ്മ, അങ്ങനത്തെ ഒരുപാട്. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ, ചിലർക്ക് ഒരുപാട് പഠിപ്പുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ഇറങ്ങിപ്പോക്ക് ആർക്കും പറ്റാതെ വരുന്നത്. അതല്ലാണ്ട് ആരും ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തരാത്തത് കൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തതൊന്നും എവിടെയും ഇല്ല. വിജോ പറഞ്ഞ പോലെ അതൊരു കാര്യമാണ്. ഈ പറഞ്ഞ റീസൺസ് എല്ലാം റീസൺസ് ആണ്. പക്ഷേ ഇപ്പം പഠിപ്പുണ്ടെങ്കിലും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കാൻ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളോട് ആദ്യം പറയാം, സ്ത്രീയോട് ആദ്യം പറയാം സഹിക്കും, അഡ്ജസ്റ്റ് ചെയ്യും, ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതും വൺ ഓഫ് ദ മെയിൻ റീസൺസ്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇമോഷണലി അവർക്ക് ആ ഒരു എന്താ പറയാ ഒരു മെച്ചൂരിറ്റി ഉണ്ടാവില്ല ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ. അപ്പൊ ഈ സിനിമയിൽ കാണിക്കുന്ന ടോക്സിക് പാരന്റിങ് അവസാനം കുട്ടീനെയും കൂടെ ബാധിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് ഇത് അങ്ങനെയുള്ള ക്യാരക്ടർ ആ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ്. എനിക്ക് ഈ സിനിമയെ കുറിച്ച് ഒരു സംശയം സിനിമ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. നിങ്ങൾ പറയുന്ന ഈ സിനിമ സ്ത്രീപക്ഷമാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഈ സിനിമ എൻ്റെ കുട്ടികളുടെ ഒപ്പം ഞാൻ പോയിട്ട് കാണുമ്പോൾ 5-6 വയസ്സുള്ള എൻ്റെ മകൻ്റെ ഒപ്പം ഞാൻ ഇരുന്ന് കാണുമ്പോൾ അതിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് കാണിക്കുന്നു. ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയിൽ, ഒരു സൊസൈറ്റിയുടെ ക്രീം ലെയറിൽ വെക്കുന്ന ഇതിലാണ് അത് നമ്മൾ ആ സിനിമയിൽ കാണുകയാണ്. അതിനെ നോർമലൈസ് ചെയ്യരുത്. ഈ കുട്ടി വിചാരിക്കുക, എൻ്റെ മകൻ വിചാരിക്കുക ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കുകയും അവരതിന് നോർമലൈസ്ഡായി കാണുകയും ചെയ്യുന്ന ഒരു ആ മട്ടിലൊരു സ്ത്രീകളുടെ സിനിമയാക്കിയത്. ഡൊമസ്റ്റിക് വയലൻസ് ഇതിൽ എവിടെ അങ്ങനെ കാണിക്കുന്നില്ല. സൗണ്ടുകൾ കൊണ്ടും ഈ പടിയുടെ പാടുകൾ കൊണ്ടാണ് കാണിക്കുന്നത്. അതൊരിക്കലും നോർമലൈസ്ഡ് ആവത്തില്ല. ബിക്കോസ് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വിഷമം എത്രത്തോളം എന്ന് കാണുന്നുണ്ട്. ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വിഷമം മൂലം അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ചക്കിക്കും അത്രയും വിഷമം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊരിക്കലും നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഇതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ടോ? ഗ്ലോറിഫൈ ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയിലും ഇത് ഉണ്ട് എന്ന് ഒരു സൂചന. കേരളത്തിൽ എല്ലാവരും ജീവിക്കുന്ന ഒരു ലെസ് ദാൻ 5% ആളുകൾ ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ കാണുമ്പോൾ ഒരു ക്ലീൻ ലെയർ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ ഇത് ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ള 95% കുടുംബങ്ങളിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് മോശമാക്കിയിട്ടുണ്ട്. ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞത് എല്ലാ ഇപ്പം അപ്പർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് എന്നൊന്നും തരംതിരിച്ചിട്ടല്ല, ഏത് ഫാമിലിയിലും നടക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം എല്ലാ ഫാമിലിയും അങ്ങനെയാണെന്നല്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്താ ശ്രുതിയും ബിജുചേട്ടനും ചെയ്ത അവരുടെ ഫാമിലി ലൈഫിൽ എവിടെയാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചിട്ടുള്ളത്? ഇല്ലല്ലോ. അവരുടെ ഫാമിലി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ധന്യയുടെയും അജിത്തിന്റെയും ഫാമിലി മാത്രമാണ് അങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ലോകത്തുള്ള എല്ലാ ഫാമിലീസിലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലീസിൽ അങ്ങനെയാണ്, എപ്പോഴും അടിയാണ് എന്ന് എങ്ങനെ വിചാരിക്കുന്നു എനിക്ക് മനസ്സിലായില്ല. കുട്ടികൾക്കത് എത്ര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഒരുമിച്ച് അച്ഛനും അമ്മയും ഡ്രോപ്പ് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ആനുവൽ ഡേ അല്ലെങ്കിൽ പേരൻസ് മീറ്റിംഗിന് അവർ ഒരുമിച്ച് വരുന്നു. അവരുടെ സ്നേഹം കണ്ട് വളരുന്നത് എന്നും കുട്ടികൾക്ക് നല്ലത് തന്നെയാണ്. ആരും ഒരിക്കലും ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ് കണ്ടിട്ട് ഇതെല്ലായിടത്തും നടക്കുന്നതാണ്, അപ്പൊ എന്റെ വീട്ടിൽ നടക്കുന്നത് പ്രശ്നമില്ല എന്ന് ഒരിക്കലും ഒരു കുട്ടികളും ചിന്തിക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഇത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. കാരണം എനിക്കൊരു 5 ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാഡ് ട്രൂത്ത് ഇസ് ദാറ്റ് ആ 5 ഫ്രണ്ട്സിൽ 3 പേര് സെപ്പറേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ആൻഡ് ആ 3 ഫ്രണ്ട്സ് എൻ്റെ ഇതേ ഏജ് ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയ പഠിത്തം, എനിക്ക് കിട്ടിയ എക്സ്പോഷർ, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസ്, എന്തെങ്കിലും ലോകവിവരം, അതൊക്കെ ഉള്ള 3 പേരാണ്. അവര് എന്തുകൊണ്ടാണ് അവരുടെ റിലേഷൻഷിപ്സിന് പുറത്തേക്ക് ഇറങ്ങാൻ ഇത്രയും സമയം എടുത്തത്? നമുക്ക് ഇത്രയും റിസോഴ്സസ് ഉണ്ട്, ഇന്റർനെറ്റിലൂടെ ആണെങ്കിലും തെറപ്പിസ്റ്റ്സ് ആണെങ്കിലും കുറെ റിസോഴ്സസ് ഉണ്ട് നമുക്ക്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ ഐ തിങ്ക് വെരി ഹൈ IQ ലെവൽസ് ഉള്ള
അങ്ങനെ യുനോ കുറെ സൊസൈറ്റൽ പ്രഷേഴ്സ് കാരണം എന്തുകൊണ്ട് കല്യാണം ആ ഒരു മാരേജിന് ഇത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ അതൊന്നും ഉണ്ടായിരുന്ന മാരേജസ് അല്ല, ഇത് ഡൊമസ്റ്റിക് വയലൻസ് കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് അവര് യുനോ ആ ഒരു മാരീഡ് ലൈഫിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. യുനോ സോ ഇപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ഈ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഫസ്റ്റ് ഹാൻഡ് കണ്ട ചില കാര്യങ്ങളാണ്. അവിടെ വേറെ ചോദ്യം ചോദിക്കാൻ പറയുന്നത്